ആങ്ക്രോനോവ ലാലിക് അൽ എക്സ്ട്രീം. സോ ഇതാണ് ആ പെർഫ്യൂം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സാണ്. ഒരു കോപ്പർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പെർഫ്യൂം ബോക്സ്. സോ സോ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ബോട്ടിലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ആങ്ക്രോനോവ അൽ എക്സ്ട്രീം ബൈ ലാലിക്. സോ ഈ ഒരു പെർഫ്യൂം 2015 റിലീസ് ആയിട്ടുള്ളത്. ഇതൊരു വെട്ടിവർ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള പച്ചൂലി, വെട്ടിവർ, ഒരു വുഡി, ഒരു സേദർ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ല് വരുന്ന ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇതിന്റെ ഒരു ബേസിക് വേർഷൻ അല്ലെങ്കിൽ ക്രനോർ നോർമൽ വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള സെയിം തീമിൽ വന്നിട്ടുള്ള അതിനേക്കാളും കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷനാണ് ക്രനോവ അൽ എക്സ്ട്രീം. സോ ഈ ഒരു പെർഫ്യൂം ഇത് നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെട്ടിവർ ബേസ്ഡ് ഫ്രാഗ്രൻസ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പെർഫ്യൂമാണ് ആക്വനോവ അൽ എക്സ്ട്രീം. സോ ഇതിന്റെ ക്യാപ്പ് ഒരു വുഡൻ ടൈപ്പ് ഡിസൈനിൽ വരുന്ന ഒരു ക്യാപ്പ്, പിന്നെ അതേപോലെ തന്നെ ഒരു നല്ല അറ്റോമൈസർ ആണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അത്യാവശ്യം നന്നായിട്ട് ജ്യൂസ് പുറത്തോട്ടാവും. ആ സ്മെല്ല് സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഏർത്തി ആയിട്ടുള്ള ഒരു പച്ചൂലിയുടെയും അതേപോലെ തന്നെ ഒരു വുഡി ആയിട്ടുള്ള ഒരു വെട്ടിവറിന്റെ ഒക്കെ സ്മെല്ല്. നമ്മുടെ നാട്ടിലൊക്കെ രാമച്ചത്തിന്റെ ഒരു സ്പോഞ്ച് അവൈലബിൾ ആയിരുന്നു. ആ ആ ഒരു സ്മെല്ലുണ്ട്. അതിന് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു വെട്ടിവറാണ് നമുക്ക് ഫീൽ ചെയ്യുക. കുറച്ചുകൂടി ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഒരു ഏർത്തി ആയിട്ടുള്ള ഒരു വെട്ടിവറാണ് നമുക്ക് ഈ ഒരു പെർഫ്യൂമിൽ ഫീൽ ചെയ്തത്. സോ ഇതിന്റെ ഒരു ടോട്ടൽ എന്ന് പറയുന്നത് ഒരു കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഒരു ആൾക്കാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോണമെന്ന് വരില്ല. നിങ്ങൾ ഒരു ഭയങ്കരമായിട്ട് അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു വെട്ടിവറൊക്കെ ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഒരു ഡാർക്ക് ഫ്രാഗ്രൻസിന്റെ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. സോ എനിക്ക് പേഴ്സണലി ഈ പെർഫ്യൂം ഇഷ്ടമാണ്. ഞാൻ എല്ലാ എല്ലാ ടൈമിലും വേറെയല്ല. ഒരു അതായത് ഹൈ ക്വാളിറ്റി വെട്ടിവർ ഒരു ലോ പ്രൈസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഇതാണ് ആ പെർഫ്യൂം. അതായത് നിങ്ങൾക്ക് കുറച്ച് പക്ഷേ നോർമൽ വെട്ടിവർ അല്ല. ഒരു കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏർത്തി ആയിട്ടുള്ള ഒരു വെട്ടിവറാണ് നിങ്ങൾക്ക് ഈ പെർഫ്യൂമിൽ കിട്ടുക. അതേപോലെ തന്നെ എന്താ പറയുക ഒരു ഡാർക്ക് ഫ്രാഗ്രൻസ് ഫോർ മെൻ അതും ഈ ഒരു പെർഫ്യൂമിന്റെ ഒരു തീമായിട്ട് കണക്കൂട്ടാം. സോ ഒരു വുഡൻ ക്യാപ്പ് വരുന്ന ഒരു പെർഫ്യൂം ഡിസൈൻ ആണ് ഇതിന് വരുന്നത്. ഒരു വുഡൻ ക്യാപ്പ്, പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബോട്ടിൽ ഹാഫ് ഏരിയ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഫുൾ കോട്ടിംഗ് കൊടുത്തിരിക്കുകയാണ്. ദെൻ എബോവ് ട്രാൻസ്പെറന്റ് ആണ്. ഒരു പകുതി ട്രാൻസ്പെറന്റ് പകുതി ഡാർക്ക് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഔക്കറനോ അൽ എക്സ്ട്രീം മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴെ അതിന്റെ ലേബലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു നല്ല ആറ്റോമൈസർ വരുന്ന ഒരു പെർഫ്യൂമാണിത്. അത്യാവശ്യം നന്നായിട്ട് ജ്യൂസ് ഔട്ട് ചെയ്യും. ആ ഇനീഷ്യൽ സ്നിഫ് തന്നെ നമുക്ക് ഒരു സ്പൈസി ഒരു ബാൽസാമിക് ഒരു ഫീൽ വരും. ഒരു ഡാർക്ക് ആയിട്ടുള്ള വുഡിന്റെയും അതേപോലെ തന്നെ ഒരു വെട്ടിവ്, അതേപോലെ തന്നെ സീദ്, പച്ചൂലി ഇതിന്റെയൊക്കെ ഒരു ആ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു പെർഫ്യൂമിന് നമുക്ക് ഫീൽ ചെയ്യുക. ഒരു ഇനീഷ്യലിൽ ഒരു സിട്രസ് എലമെന്റും ഉണ്ട്. പക്ഷേ നമുക്ക് കൂടുതലും സ്നിഫ് ചെയ്യുമ്പോൾ ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള തീമിലോട്ടാണ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസിന്റെ ഒക്കെ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പെർഫ്യൂമാണിത്. പക്ഷേ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ഇത് ഇനീഷ്യലി ഒരു ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് വരാൻ ഭയങ്കര പാടാവും. ഇതിന്റെ തന്നെ ഡിഫറെന്റ് വേർഷൻ ഉണ്ട്. ഇതിന്റെ ഒരു ക്ലാസിക് വേർഷൻ അതായത് എൻകോർനോർ ലാൽ ഒരു പെർഫ്യൂം ഇറങ്ങിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതാണ് ഒന്നും കൂടി എന്താ പറയുക ഇനീഷ്യലി ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറച്ചും കൂടി അതിന്റെ എക്സ്ട്രീം വേർഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ഇന്റൻസ് ആവും. ഓക്കെ. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ബൈ.